ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ്. ശ്രീ കെ പി ജയകുമാർ 2 പ്രാവശ്യം കോൺഗ്രസിന്റെ ടിക്കറ്റിൽ നിന്ന് മത്സരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അഴിയൂർ ബ്ലോക്ക് ഡിവിഷനിലും അതുപോലെ തന്നെ കല്ലാമല ബ്ലോക്ക് ഡിവിഷനിലെയും മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. 2015 UDFന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ കെ പി ജയകുമാർ. കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തോട്, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തോട്, ആ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം BJPയിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഡോമിനേഷൻ ഇന്ന് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് RMPയും മുസ്ലിം ലീഗുമാണ്. RMPയും മുസ്ലിം ലീഗും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വഴങ്ങേണ്ടുന്ന സാഹചര്യമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുള്ളത്. കോൺഗ്രസിന്റെ യുവ MLA സ്ത്രീ പീഡനം നടത്തിയെന്ന് മാത്രമല്ല, ആ അതിജീവിതയെ അതിക്രൂരമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്ക് വിധേയയാക്കി ആ പെൺകുട്ടി 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമൊക്കെ ആയിട്ടും ആ MLAയെ ഇന്നും കോൺഗ്രസ് പാർട്ടി സംരക്ഷിച്ചു നിർത്തുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആ MLAക്ക് അനുകൂലമായാണ് സംസാരിക്കുന്നത്. കോൺഗ്രസിന്റെ സൈബർ പട അതിജീവിതയെയും അവരെ പിന്തുണക്കുന്നതിനെയും വേട്ടയാടുകയാണ്. കോൺഗ്രസിൽ നിന്നും പുറത്താക്കി എന്നുള്ള ഭംഗിവാക്കം പറയുകയല്ലാതെ പിന്നീട് നമ്മൾ കണ്ടത് കോൺഗ്രസിന്റെ എല്ലാ പൊതുപരിപാടികളും ഞങ്ങളും ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുമെന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. വടകര MLA സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന MLA ആണ് എന്നാണ് പറയുന്നത്. ആ MLA രാഹുൽ മങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു MLA അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ള MLA ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായി എന്നറിഞ്ഞിട്ടും ആ MLAക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ദയനീയമായിട്ടുള്ള കാഴ്ചയല്ലേ നമ്മൾ കേരളം കണ്ടത്? KK രമ വടകരയിലെ ജനങ്ങളോട് മാപ്പ് പറയണം, വടകരയിലെ വോട്ടർമാരോട് മാപ്പ് പറയണം. ഇന്നും രാഹുൽ മങ്കൂട്ടത്തിനെതിരായി കൃത്യമായ ഒരു നിലപാട് പറയാൻ വടകര MLAക്ക് സാധിച്ചിട്ടില്ല. വടകരയുടെ MLA സ്ത്രീ പീഡകന്മാർക്ക് കൂട്ടുനിൽക്കുകയാണ്, ഒത്താശ ചെയ്യുകയാണ്. വടകര MPയും ഈ വിഷയത്തിൽ കുറ്റക്കാരനാണ്. ആ MLAയുമായി ബന്ധപ്പെട്ട MLAക്ക് എല്ലാ വിധത്തിലുമുള്ള സൈബർ പോരാളികളുടെ പിന്തുണയും നേടിക്കൊടുക്കുന്നത് വടകര MPയുടെ നേതൃത്വത്തിലാണ്. വടകര MPയുടെ നേതൃത്വത്തിലുള്ള വെട്ടുകിളിക്കൂട്ടമാണ് ഇത്തരത്തിൽ അതിജീവിതക്കെതിരെയും അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കോൺഗ്രസിന്റെ ഇത്തരം നിലപാടുകൾ പ്രതിഷേധിച്ച് കൂടുതൽ നേതാക്കന്മാർ വരും ദിവസങ്ങളിലും BJPയിലേക്ക് കടന്നു വരും എന്നുള്ളത് ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, വടകരയിൽ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന്റെ ചർച്ചയിൽ ബഹുമാന്യനായിട്ടുള്ള സുരേഷ് ഗോപി MPയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സംസാരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി MP കേന്ദ്രമന്ത്രി, അദ്ദേഹം അതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. CPMന്റെ നേതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വടകര എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല. വടകരക്കപ്പുറത്തും ലോകമുണ്ട്, വടകരക്കപ്പുറത്ത് സംസ്ഥാനങ്ങളുണ്ട്. അത് CPMന്റെ നേതാക്കന്മാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. സുരേഷ് ഗോപി MP ഈ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സുരേഷ് ഗോപി MPയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ടൂറിസം പ്രൊമോഷന് വേണ്ടി 98 കോടിയിൽ പരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിന് അനുവദിച്ചത് സുരേഷ് ഗോപി MPയുടെ ഫണ്ടാണ്. സുരേഷ് ഗോപി MPയാണ്. CPMന്റെ നേതാക്കന്മാർ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുക്കണം. സുരേഷ് ഗോപി അക്ഷരാർത്ഥത്തിൽ പറഞ്ഞത് വടകര എന്ന് പറയുന്ന കുണ്ട് തോട്ടിൽ കിടക്കുന്ന തവളയാണ്, മാത്രയാണ് എന്നാണ്. അത് അക്ഷരം പ്രതി ശരിയാണ്. ഈ വടകരയ്ക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് കണ്ണു തുറന്ന് CPMന്റെ നേതാക്കന്മാർ കാണണം. വടകര റെയിൽവേ സ്റ്റേഷന്റെ വികസനം, വടകര ഗവൺമെന്റ് ആശുപത്രിയുടെ വികസനം, സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MP ആയിട്ട് പോലും കേന്ദ്ര സർക്കാരിന്റെ എന്തെല്ലാം ഇടപെടലുകൾ ഈ വടകരയിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു MPയേ ഉള്ളൂ. സുരേഷ് ഗോപി എന്തിനാണ് അദ്ദേഹത്തിന്റെ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഊരാളുങ്കലിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിലേക്ക് കൊടുത്തത്?
അപ്പൊ ഞങ്ങൾ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാറില്ല. ഞങ്ങൾക്ക് അടിസ്ഥാനപരമായ വികസനം വേണം. ഞങ്ങൾ മതം നോക്കാറില്ല, ജാതി നോക്കാറില്ല. ഞങ്ങൾ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം പറയാത്തവരാണ്. ഈ രാജ്യത്ത് സമഗ്രമായിട്ടുള്ള വികസനം വേണം. അത് തൃശ്ശൂരിൽ മാത്രം പോരാ, കേരളമെമ്പാടും വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞങ്ങളുടെ MP. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ശ്രീ സുരേഷ് ഗോപി. അത് മനസ്സിലാക്കി CPMന്റെ നേതാക്കന്മാർ പ്രതികരിക്കണമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും സന്തോഷകരമായിട്ടുള്ള കാര്യം, ശ്രീ KM ജയകുമാറിനെ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തെ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്യുകയാണ്. ഏകദേശം 3 പതിറ്റാണ്ടിലേറെ കാലത്തെ പൊതുജീവിതത്തെ സംശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആ അനുഭവ സമ്പത്ത് അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ 2 കൈയും നീട്ടി BJPയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കാന്ന് പറയാ ഈ കസേര ഫുള്ള് വലിച്ചിടുന്ന സൗണ്ടും വായിച്ചപ്പാടും അതൊന്നും പറഞ്ഞേക്കും. പിന്നെ തുടങ്ങി കഴിഞ്ഞ് പിന്നെ കസേര നല്ലോണം ശബ്ദം കേൾക്കാം. ഞാൻ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ജനാധിപത്യം, പ്രത്യേകിച്ച് ആഭ്യന്തര ജനാധിപത്യം കോൺഗ്രസിൽ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. രാഷ്ട്രനന്മയും ഭാരതത്തിന്റെ വികസനവും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കോൺഗ്രസിൽ തുടരാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇന്ന് കോൺഗ്രസ് ഉള്ളത്. ഒരു കുടുംബത്തിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളുടെ പാർശ്വവർത്തികളായാണ് ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നത് എന്ന് അടുത്ത കാലത്തായി വളരെ കൂടുതലായി ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ആജ്ഞാനവർത്തികളുടെ സംഘമാണ് കേരളത്തിലെ KPCCയെ നയിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അതിന്റെ ഒരു പതിപ്പാണ് കോഴിക്കോട് ജില്ലയിലും കുറച്ചു കാലമായി കോൺഗ്രസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസ് എന്ന ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുന്ന ഭാരതത്തിന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ലോകാരാധ്യനായ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുവാനും ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ഇന്നു മുതൽ ഞാൻ തയ്യാറാവുകയാണ്. ഞാൻ മാത്രമല്ല, ഈ വരും നാളുകളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകളാണ് കോൺഗ്രസിൽ ഈ ജില്ലയിൽ തന്നെ കോൺഗ്രസിനോട് വിട പറയുവാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ ഈ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടെ ഇന്ന് കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിന് ഇത്തവണ ഓരോരോ സ്ഥലത്തും കോൺഗ്രസിന്റെ പഞ്ചായത്ത് തലം തൊട്ട് മുകളിലോട്ടുള്ള തദ്ദേശ എല്ലാ ബോഡികളിലും ഒരു സ്ഥലത്ത് പോലും ഒരു സ്ഥാനാർത്ഥിയെ ഇവിടുത്തെ ഒരു കോൺഗ്രസിന്റെ വാർഡിലുള്ള മെമ്പർമാർ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ മുകളിൽ നിന്നുള്ള പൂർണ്ണമായും അടിച്ചേൽപ്പിക്കുന്ന നോമിനേഷനാണ് ഈ ജില്ലയിൽ മുഴുവൻ നടന്നിട്ടുള്ളത്. വടകര നിയോജകമണ്ഡലത്തിൽ വിശിഷ്യ മുസ്ലിം ലീഗിന്റെയും അടുത്ത കാലത്തായി വന്നിട്ടുള്ള RD എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും കീഴിലാണ് കോൺഗ്രസ് പാർട്ടി. അവർക്ക് താല്പര്യമുള്ള രീതിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി വടകര നിയോജകമണ്ഡലത്തിൽ ഇല്ല. ജനകീയ മുന്നണി എന്ന് പേരിട്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ മത്സരിക്കുന്നത്. ഇപ്പൊ എല്ലാ സ്ഥലത്തും സമൂലമായി കോൺഗ്രസ് സമ്പൂർണ്ണമായി തന്നെ കോൺഗ്രസിന് വിഴുങ്ങുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 5 വർഷം. അഴിയൂർ പഞ്ചായത്തിൽ
ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. കോൺഗ്രസിന് അവിടെ സ്ഥാനമില്ല. ഒഞ്ചിയം പഞ്ചായത്തും അതേ സ്ഥിതി തന്നെ. അവിടെ ഭരിക്കുന്നത് ജനകീയ മുന്നണിയാണ്. കോൺഗ്രസിന് അവിടെ പ്രസിഡന്റുമില്ല, വൈസ് പ്രസിഡന്റുമില്ല. ഏറാമല പഞ്ചായത്തും അതെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് എന്തിനാണ് ഇത് വിട്ടുകൊടുക്കുന്നത് പറഞ്ഞാൽ സമീപ ഭാവിയിൽ 2-3 മാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികൾക്ക് പൂർണ്ണമായും വഴങ്ങുക, അവരെ തൃപ്തിപ്പെടുത്തുക. അങ്ങനെ മത്സരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക്, നിയമസഭയിൽ മത്സരിക്കുന്ന ആളുകൾക്ക് ഘടകകക്ഷികളുടെ സഹായം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. അതിവിടെ മാത്രമല്ല, ഈ സംസ്ഥാനത്ത് മൊത്തം മുഴുവനായും അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള MLA, ബഹുമാനപ്പെട്ട MLA KK രമ UDF-ന്റെ ഘടകകക്ഷിയല്ല. അവർ തന്നെ പലവട്ടം പറഞ്ഞതാണ് ഞാൻ UDF-ൽ ഇല്ല. പക്ഷെ എന്നാൽ UDF-ന്റെ മുഴുവൻ വോട്ടും വാങ്ങിക്കൊണ്ട് തന്നെയാണ് അവർ ഈ നിയോജകമണ്ഡലത്തിൽ ജനപ്രതിനിധിയായി ജയിച്ചിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്ന ഈ വടകരയുള്ള MP-യെയും പിന്തുണച്ചുകൊണ്ട്, അവരുടെ നിലപാടിനെയും പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ് ഇവിടുത്തെ ബഹുമാന്യ MLA ശ്രീമതി KK രമ. രമ ഇപ്പോൾ പ്രത്യേകിച്ച് രമ MLA ആയ സാഹചര്യം നിങ്ങൾ എല്ലാവർക്കും അറിയാം. രമ MLA ആയത് കേരളത്തിലെ സ്ത്രീകളുടെ കണ്ണീര് കൊണ്ടാണ്. TP-യുടെ ദാരുണമായ വധം അത് സഹതാപമാക്കി മാറ്റിക്കൊണ്ടാണ് വടകരയിലെ സ്ത്രീ വോട്ടർമാരുടെ രാഷ്ട്രീയം നോക്കാതെയുള്ള പിന്തുണ കൊണ്ടാണ് രമ വടകര നിയമസഭയിൽ ജയിച്ചു വന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിലെ സാംസ്കാരിക കേരളത്തിന് അധപ്പതനം സൃഷ്ടിക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇന്ന് ഒളിവിൽ പോയിരിക്കുന്ന കോൺഗ്രസ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കേസിൽ കുടുങ്ങി ഒളിവിൽ പോയപ്പോൾ പോലും ഇത് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ വടകര MLA തയ്യാറാവുന്നില്ല എന്ന് കാണുവാൻ കഴിയും. വടകരയിലെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അടിമകൾ പോലെയാണ്. മുസ്ലിം ലീഗിനും ആരംഭിക്കും അടിമകളെ പോലെയും ഈ ജില്ലയിലെ മറ്റ് നിയോജക മണ്ഡലങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടി ഇത്തരം ഒരു സംഘത്തിന്റെ ആജ്ഞാനപ്രതിയായി ഈ പ്രവർത്തകന്മാരെ മാറ്റിയിരിക്കുന്നു. അതിൽ കടുത്ത പ്രതിഷേധമാണ് ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ശബ്ദം നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന് പറയുന്ന ഈ അവരോടൊപ്പം ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളൊപ്പം നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആ ഒഴുക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇല്ല, പാർട്ടി സ്ഥാനമില്ല. നേരത്തെ KSUവിന്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗമായിരുന്നു 9 വർഷത്തോളം, 10 വർഷത്തോളം. പിന്നീട് കോൺഗ്രസിന്റെ എന്താ വരവേ തെരഞ്ഞെടുപ്പെടുത്ത വേളയിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് എവിടെയെങ്കിലും സീറ്റ് കിട്ടാത്തത് കൊണ്ടുള്ള അല്ല. സീറ്റിന് വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ സീറ്റിന് ആവശ്യപ്പെട്ടിട്ടില്ല. സീറ്റ് വേണ്ടെന്നാണ് പറഞ്ഞു. സീറ്റുമായിട്ട് ബന്ധമില്ല. ഈ കോൺഗ്രസ് ഒരു കുടുംബമാണ് പിന്നെ അവരെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴാണോ മനസ്സിലാക്കിയത്? പക്ഷേ കുടുംബം നേരത്തെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി കുടുംബമാണെങ്കിലും കോൺഗ്രസ് ആദ്യം ജനാധിപത്യ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഒരു 3-4 കുറച്ച് വർഷങ്ങളായിട്ട് അത് ഒട്ടുമില്ല എന്നുള്ളതാണ്. പ്രാദേശിക തലത്തിൽ യോഗം പോലും നടക്കുന്നില്ല. ഇന്നുവരെ അത് ചരിത്രത്തിൽ അത് ഇതായിട്ടില്ല. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ല. തെരഞ്ഞെടുപ്പാണല്ലോ പാർട്ടിയുടെ ഓരോ സന്ദർഭങ്ങളിലും പാർട്ടിയെ കുറിച്ച് വിലയിരുത്താനുള്ള ഒരു സന്ദർഭം. അപ്പൊ മറ്റ് പൊതുവെ ഈ ഗവൺമെന്റിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ പോലും നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിനുള്ള കാര്യമായ പ്രവർത്തനങ്ങളൊന്നും പ്രസ്താവനകൾ ചാനലുകൾ നടക്കുന്നുണ്ട് എന്നല്ലാതെ ഒരു ജില്ലാ തലത്തിൽ ഈ ഗവൺമെന്റിനെ കുറിച്ച് വളരെ അപൂർവമായ പിക്കറ്റിങ്ങുകളും ധർണകളും നടന്ന് അത് അവസാനിക്കും, വഴിപാട് പോലെ അവസാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ കാര്യത്തിൽ വളരെ നിരാശാജനകമായുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഈ മുസ്ലിം ലീഗിന്റെ എടുത്ത് പറയുന്നുണ്ടല്ലോ. അപ്പൊ മുസ്ലിം ലീഗിനെ വല്ലാണ്ട് അടിമപ്പെട്ടെന്ന് പറയുന്നത് അത് എങ്ങനെ ഇപ്പൊ നിലവിൽ ഇപ്പൊ സീറ്റ് കൊടുത്തതോ അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പൊ സാധാരണ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നല്ലോ കോൺഗ്രസിന് കിട്ടേണ്ട നിലവിൽ കിട്ടിക്കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതെങ്ങനെ അടിമപ്പെട്ടെന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം എന്താ? അത് വടകര നിയോജകമണ്ഡലത്തിൽ ആരംഭിക്കുന്ന പഞ്ചായത്താണ് അഴിയൂർ പഞ്ചായത്തിൽ ഇത്തവണ സീറ്റ് കോൺഗ്രസ് മത്സരിച്ച സീറ്റ് പരാജയപ്പെടുന്ന 6 സീറ്റുകളാണ്. നേരത്തെ കോൺഗ്രസ് 8 സീറ്റിൽ മത്സരിച്ചതാണ്. ഇത്തവണ 6 സീറ്റാണ് മത്സരിക്കുന്നത്. അത് തന്നെ ഒരു കാലത്തും കോൺഗ്രസ് ജയിക്കാത്ത 4 സീറ്റുകളാണ്. A ക്ലാസ് സീറ്റുകളൊക്കെ തന്നെ മുസ്ലിം ലീഗാണ് ആയിരിക്കുന്നത്. അവർ മുസ്ലിം ലീഗും അതുപോലെ തന്നെ 4 സീറ്റ് RMUം. അപ്പൊ മൊത്തമുള്ള 20 സീറ്റിൽ വിജയ സാധ്യതയില്ല. എന്തായാലും ഇത്ര കാര്യങ്ങളിൽ വിജയിച്ചിട്ടുള്ള സീറ്റുകളൊക്കെ തന്നെ മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്തിട്ടാണ്. അത് സ്വാഭാവികമായും ഈ മുസ്ലിം ലീഗിനോട് അടിമപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് വിജയത്വം ഉള്ള നേതാക്കന്മാരുടെ ഒരു ശ്രമഫലമായാണ് പല സീറ്റുകളും കോൺഗ്രസ് പാർട്ടിക്ക് വിട്ടുകൊടുക്കേണ്ടത്.
കോൺഗ്രസ് പ്രവർത്തകന്മാർ ആകെ നിരാശരാണോ? നിങ്ങളത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് വിഷയം. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, ഇവിടെ 14 ഡിവിഷനുകളുണ്ട്. കോൺഗ്രസ് ജയിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോ പൂഴിത്തല ഡിവിഷൻ, അവിടെ തുടങ്ങുന്ന നമ്മുടെ അതിർത്തി, ആ പൂഴിത്തല ഡിവിഷനിൽ പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് നല്ല ശക്തിയുള്ള സ്ഥലമാണ്, പക്ഷെ അത് മുസ്ലിം ലീഗ് വിട്ടു. പിന്നെ മുട്ടുങ്ങൽ സീറ്റ് കോൺഗ്രസ് നല്ല ഏറ്റവും ജയിക്കുന്ന ഷോർട്ട് സീറ്റാണ്, അതവിടെ വിട്ടുകൊടുത്തു. അങ്ങനെ ഓരോരോ സീറ്റും, ഓർക്കാട്ട് സീറ്റ് അത് മുസ്ലിം ലീഗിനുള്ളൂ. പ്രധാനപ്പെട്ട പരാജയമുള്ള സീറ്റുകളൊക്കെ തന്നെ ഇപ്പം ഞാൻ പേര് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ കുന്നുംകരയായാലും പിന്നെ കുഞ്ഞിപ്പള്ളിയായാലും കോറത്തോടായാലും അങ്ങനെയുള്ള സീറ്റുകളൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടി തലയിൽ വെച്ച് കെട്ടിയപ്പോൾ നേതൃത്വം നോക്കി നിൽക്കാം. ഇതുപോലെ തന്നെ ആരംഭിക്കും സാധ്യതയുള്ള സ്ഥലമൊക്കെ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ കോൺഗ്രസിന് 5 സീറ്റാണ് 14 സീറ്റിൽ കിട്ടിയിട്ടുള്ളത്. ജയസാധ്യത 1 സീറ്റ് 2 സീറ്റ്, അതിലപ്പുറം പോകില്ല. അപ്പൊ ഇത് അടിമത്തല്ലാതെ ഘടകകക്ഷികളുടെ അടിമത്തമല്ല മറ്റെന്താണ്? ഈ സീറ്റ് കൊടുക്കുന്നത് പൈസ വാങ്ങിച്ച് ഈ കോൺഗ്രസ്സുകാർ പൈസ വാങ്ങിച്ചിട്ട് മുസ്ലിം ലീഗിന് കൊടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം അഭിപ്രായമില്ല. കാരണം അത് നമ്മൾ അറിയാത്ത കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം ഇവരിങ്ങനെ നിലവിലുള്ള ജയിക്കുന്ന സാധ്യതയുള്ള സീറ്റുകൾ ഇങ്ങനെ വെറുതെ മറിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം എന്തായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. ഇത് നിശ്ചയിക്കുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്. കോർ കമ്മിറ്റി ഉണ്ട്. ആ കോർ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാര് ചർച്ചകളില്ലാതെ ഓരോരോ ആളുകളുടെ പേര് നേതൃത്വം അങ്ങനെ പറയാം. അങ്ങനെ പറയുമ്പോഴേ അവർക്ക് താല്പര്യമുള്ള മുസ്ലിം ലീഗുമായി ചർച്ച ചെയ്ത് നിങ്ങൾക്കാണ് RMPയുമായിട്ട് തന്നെയുള്ള ചർച്ചകളിലൊക്കെ തന്നെ അവർക്ക് വേണ്ട സീറ്റുകൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുകയാണ് മുസ്ലിം ലീഗ്. കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ പ്രതിഫലനം അടുത്ത നേതാക്കന്മാർ ആരൊക്കെയാണോ മത്സരിക്കുന്നത് അവർക്ക് വേണ്ടി ഈ മുസ്ലിം ലീഗ് നേതൃത്വത്തെ അവരെ പ്രീണിപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ അടിയൂർ പഞ്ചായത്തിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്. ഒഞ്ചിയം പഞ്ചായത്തിൽ ഏറാമലത്തിൽ 3 സീറ്റും 3 സ്ഥലവും. പിന്നെ നേരത്തെ ചൊറോട് പഞ്ചായത്ത് LDF ആണ് ഭരിക്കുന്നത്. ഈ 3 പഞ്ചായത്തും UDF ആണ് ഭരിക്കുന്നത്. 3 പഞ്ചായത്തും UDF അമ്പയെ പരാജയപ്പെടുന്ന കാര്യത്തിൽ തർക്കമില്ല. വിജയിക്കുന്ന സീറ്റുകൾ അത് കോൺഗ്രസിന്റെ ഘടകകക്ഷികൾ മുസ്ലിം ലീഗും RMP എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് വരാൻ പോകുന്നത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഈ വിഷമങ്ങൾ നിങ്ങൾ നേതൃത്വമായിട്ട് സംസാരിച്ചു, നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് സംസാരിച്ചു? കോൺഗ്രസിന്റെ നിരവധി നേതൃത്വം ജില്ലാ തലത്തിൽ നേതൃത്വങ്ങളായിട്ട് സംസാരിച്ചിട്ട് ഒരു കാര്യം പാർട്ടിയിൽ ഇല്ലാതെ എല്ലാവരും നേരിട്ടോ പിന്നെ നേരിട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ മെയിൽ ചെയ്തിട്ടോ അഖിലേന്ത്യാ നേതൃത്വത്തിന് വരെ ഈ ജില്ലയിലെ പല സ്ഥലങ്ങളിലും പോകുന്നു. ഒന്നും കാരണം അഖിലേന്ത്യാ നേതൃത്വം തന്നെയാണ് ശ്രീമാൻ KC വേണുഗോപാലാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത്. ഇവിടെ ഒരു പിന്നെ ഒരു പേപ്പർ KPCC ആണുള്ളത്. പ്രസിഡന്റായാലും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ തന്നെ അവർ പറയുന്നതിന് അനുസരിച്ച് നിങ്ങളെ നോക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നത്തിൽ KPCC ഒരു ഏകകണ്ഠമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഫർ ചെയ്തിട്ടാണ് മുൻ KPCC പ്രസിഡന്റ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴേ അറസ്റ്റിലേക്ക് പോയപ്പോഴാണ് അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടുള്ളത്. ഇത് കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും വ്യത്യസ്തമായ അഭിപ്രായം പറയാം. പിന്നെ ഇപ്പൊ നിങ്ങൾ വീക്ഷണം കോൺഗ്രസിന്റെ ഒരു പ്രധാന പിന്നെ കോൺഗ്രസിന്റെ പത്രമാണ് വീക്ഷണം. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ചുകൊണ്ടുള്ള പിന്നെ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് തള്ളിക്കളഞ്ഞു. പക്ഷെ പിന്നെ KPCC പ്രസിഡന്റ് പിന്നെ അത് ഉത്തരം തരാതെ മാറി സ്ലിപ്പാവുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതായത് കോൺഗ്രസിൽ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ സ്ത്രീകളുടെ വിഷയമായാലും ഒന്നിനും തന്നെ കോൺഗ്രസിന് വ്യക്തമായ അഭിപ്രായമില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാം. നിങ്ങളിപ്പോ കേരളത്തിലെ 2 വിഷയങ്ങളാണ്. അതേപോലെ 2 വിഷയങ്ങൾ. ഒരു ഭാഗത്ത് LDFനെതിരെയുള്ള ശക്തമായ LDF ഗവൺമെന്റ്, ജനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ശബരിമല ക്ഷേത്രത്തിലുള്ള കൊള്ള, അതാണ് ഒരു വിഷയം. മറ്റൊന്ന് UDFനെതിരെ സാംസ്കാരിക കേരളത്തിന്റെ അധപ്പതനമായ സ്ത്രീ പീഡനം. ഇത് രണ്ടും 2 വ്യത്യസ്തമായി നിൽക്കാം. നിങ്ങളത് കോൺഗ്രസ് അതിലിങ്ങനെ മറ്റ് വിഷയങ്ങളിലൊക്കെ ഇങ്ങനെ ആഭ്യന്തര ജനാധിപത്യം ഒന്നും ചർച്ച ചെയ്യപ്പെടാതെ ഇങ്ങനെ പോവാണ്. പക്ഷെ നിങ്ങൾക്ക് ദിവസവും വാർത്തകൾ കാണാം. എല്ലാ ചാനലുകളിലും വാർത്ത വരുന്നത് കോൺഗ്രസ് പിന്നെ റബൽ സ്ഥാനാർത്ഥികളെ. അതെല്ലാത്ത ഭാഗം ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിൽ വളരെ വ്യാപകമാണ്. ഈ കാലത്ത് ഉണ്ടായിട്ടാത്ത രീതിയിലുള്ള റബൽ പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ നിങ്ങൾക്ക് വ്യക്തമായി നിയമസഭാ തെരഞ്ഞെടുപ്പില്ല മുന്നെടുക്കത്തിൽ കോൺഗ്രസിൽ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഈ പരാജയങ്ങൾ കൊണ്ടുണ്ടാവുന്നത്. ഈ കോൺഗ്രസിൽ നിന്ന് നേരെ BJPയിലേക്ക് വരുന്നത് നിങ്ങളെ ഈ ആദർശങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നേരെ ആദർശങ്ങൾ കോൺഗ്രസും നേരത്തെ BJPയെ കുറിച്ച് പറയുന്ന ആദർശങ്ങൾ എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു വർഗീയ പാർട്ടിയായിട്ടാണ് ചിത്രീകരിക്കാറ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസിൽ നിൽക്കുന്ന ഒരു പാരമ്പര്യമായി നിൽക്കുന്ന ആളുകൾ, മതേതര പാർട്ടി എന്ന് പറയാൻ നിൽക്കുന്ന ആളുകൾക്ക് BJPയിലേക്ക് പോകാൻ മടിയായിരിക്കും. പക്ഷെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചു കാലമായിട്ട് കോൺഗ്രസിലെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ പിന്നെ SDPയിലേക്ക് പോകാം.
കോൺഗ്രസിലെ ഭൂരിപക്ഷ സമുദായം പിന്നെ BJPയിലേക്ക് പോവാം. ഈ ആശയം തമ്മിൽ രണ്ട് വ്യത്യസ്തമായ, പക്ഷേ BJPയുടെ ആശയം കോൺഗ്രസ് നേരത്തെ ഉയർത്തിപ്പിടിച്ച ജനാധിപത്യവും ഒരു സംശയമില്ല മതസൗഹാർദ്ദവും തന്നെയാണ് മതേതരത്വം എന്ന് പറയുന്നത്. കാരണം എല്ലാവരോടും ചേർത്ത് നിർത്തുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി മുദ്രാവാക്യം ഇപ്പൊ എല്ലാ കേരളത്തിൽ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളായിട്ട് വളരെ അടുത്ത രീതിയിൽ ബന്ധം ഭാരതീയ ജനതാ പാർട്ടിക്ക് വെക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ പിന്നെ നേരത്തെയുള്ള തോന്നലൊക്കെ മാറി വരുന്നു. മുൻപേ വിവിധ സ്ഥാനത്ത് മത്സരിച്ചിട്ടായിരുന്നു, ബ്ലോക്കായിട്ട് മത്സരിച്ചിട്ടായിരുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിമതനല്ല, കൈപ്പത്തി ചിഹ്നം വിമതനല്ല, കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിച്ചത്. അത് 2020. അത് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടി എന്നെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയതാണ്. KPCC പ്രസിഡന്റ്, KPCCന്റെ ഒരു ചുമതലയുള്ള 3 ഭാരവാഹികൾ ചിഹ്നം എനിക്ക് തന്നത് DCC എന്നാണ് ചിഹ്നം, DC പ്രസിഡന്റ്. പക്ഷെ അതിന് പുറമെ ഒരു ചിഹ്നം കൂടി KPCC തന്നു. ആ കൈപ്പത്തി ചിഹ്നത്തിൽ അത് ഉറപ്പിച്ച് നിർത്തിയതാണ്. ഞാൻ ഞാനവിടെ നേരത്തെ CPM-ന് മുൻതൂക്കമുള്ള ഒരു സ്ഥലമാണ് ഈ കല്ലാവര. അപ്പൊ അത് അവിടെ ഞാൻ ജയിച്ചത് കൊണ്ട് ഞാൻ എന്തായാലും അവിടെ ആർമിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മത്സരിച്ചു. പക്ഷെ 2 ആഴ്ച ഒരു വിവാദമായി. അപ്പൊ എന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സമയത്ത് ആർമിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. 15 ദിവസം കഴിഞ്ഞപ്പോ വിഡ്രോ ചെയ്തു. കാരണം അത് UDF-ൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് കേരളത്തിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പിനൊക്കെ ബാധിച്ചിട്ടുണ്ട്. വിഡ്രോ ചെയ്തു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ റബലല്ല, കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്നു. അച്ഛനൊക്കെ ഉള്ള ഒരു പാർട്ടിക്കാരനായിട്ട് ഞാൻ രജിസ്ട്രേഷൻ നിന്നു. നിങ്ങള് അന്ന് മുല്ലപ്പള്ളിയുടെ നോമിനിയായിട്ടാണ് നിന്നത്, KPCC പ്രസിഡന്റിന്റെ. അപ്പൊ എല്ലാ കാലത്തും നിങ്ങൾ മുല്ലപ്പള്ളിയുടെ ഒരു വിശ്വസ്തരം നിങ്ങൾ പിന്നെ BJPയിലേക്ക് മാറുന്ന മുല്ലപ്പള്ളി അറിയോ? അദ്ദേഹത്തെ ഈ വിവരങ്ങൾ എന്തെങ്കിലും അറിയോ? അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്? എന്തിനാ മുല്ലപ്പള്ളി അല്ല, ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളിയായിരുന്നു. മുല്ലപ്പള്ളിയാണ് എന്റെ സ്ഥാനാർത്ഥിത്തിന് ഏറ്റവും ശക്തമായി പിന്തുണ പരസ്യം KPCC പ്രസിഡന്റ്. അപ്പൊ എന്നോട് അന്ന് ചാനലുകാരൊക്കെ ചോദിച്ചു, ഞാൻ പറഞ്ഞത് ഞാൻ KPCC പ്രസിഡന്റ് സ്ഥാനാർത്ഥിയല്ല, പാർട്ടിയുടെ സ്ഥാനാർത്ഥി. പാർട്ടിയുടെ ചിഹ്നത്തിന് കേരളത്തിൽ മുഴുവൻ ചിഹ്നത്തിലും KPCC പിന്തുണക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരാൾ വ്യക്തിയുടെ സ്ഥാനാർത്ഥിയല്ല, പാർട്ടിയുടെ സ്ഥാനാർത്ഥി. ഈ കാര്യം മുല്ലപ്പള്ളിയായിട്ട് ഞാൻ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല. പക്ഷെ കോൺഗ്രസിന്റെ നേതൃത്വം ഒക്കെ തന്നെ വളരെ അസ്വസ്ഥമായി ഇത് ഒന്നും എങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നുള്ളത് എനിക്കറിയാം. അത് ഞാൻ പറയേണ്ട ഒരാളല്ല, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഔദ്യോഗിക സ്ഥാനാർത്ഥി തന്നെയാണ്. ഒരു ഫോട്ടോ കൂടി നമ്മളെല്ലാവരും ഏകദേശം ഒരു ഫോട്ടോ ഫോർവേഡ് ചെയ്യണം